എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ വരുന്ന നവംബർ മാസത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് സെക്രട്ടറിമാരെ നിയമനത്തോടനുബന്ധിച്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു സെക്കൻഡ് റൗണ്ട് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. താങ്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പഞ്ചായത്തിൻ്റെ ആക്ട് ആൻഡ് റൂൾസും സംബന്ധിച്ച പല ക്വസ്റ്റ്യനും അതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒന്നാമത്തെ വീഡിയോ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനപരമായ അനിവാര്യമായ ചുമതലകൾ, മാൻഡേറ്ററി ഫങ്ഷൻസ് എന്ന് പറയും. ഈ മാൻഡേറ്ററി ഫങ്ഷൻസ് നേരിട്ടായോ പ്രസ്താവന രൂപത്തിലോ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 27 ഫണ്ടമെൻ്റൽ മാൻഡേറ്ററി ഫങ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. 27ഓളം മാൻഡേറ്ററി ഫങ്ഷൻസാണ് പഞ്ചായത്ത് തലത്തിൽ നിർവഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് സെറ്റപ്പ് പ്രകാരം പഞ്ചായത്ത് തലം, ബ്ലോക്ക് തലം, ജില്ലാ തലം, ഈ 3 തലത്തിനും നിക്ഷിപ്തമായ പല ചുമതലകളുമുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ ചുമതലകൾ ആദ്യമായി നമുക്കെടുക്കാം. മലയാളത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗ്രാജുവേറ്റ് കഴിഞ്ഞവരായതുകൊണ്ട് തന്നെ ഈ ചുമതലകൾ ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചു പോകും. അത് മലയാളത്തിലും കൂടി നിങ്ങളത് മനസ്സിലാക്കുക. ആ ചുമതലകൾ, വ്യക്തമായ ചുമതലകളുണ്ട്. ആ ചുമതലകൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് 1 മാർക്ക് ഷുവറായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വില്ലേജ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകൾ. സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 166 ഓഫ് കേരള പഞ്ചായത്ത് രാജ് ആക്ട്. ഫസ്റ്റ് വൺ, കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക, റെഗുലേറ്റിംഗ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. സെക്കൻഡ് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ലാൻഡ്സ് അഗേൻസ്റ്റ് എൻക്രൗച്ച്മെൻറ്റ്. തേർഡ് വൺ, മെയിൻ്റെനൻസ് ഓഫ് ട്രഡീഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ സോഴ്സസ്. ഫോർത്ത് വൺ, preservation of ponds and other water tanks. Next, maintenance of waterways and canals under the control of village panchayat. Next, collection and disposal of solid waste and regulation of liquid waste disposal. Seventh one, storm water drainage. Eighth one, maintenance of environmental hygiene. Ninth one, management of public markets. 10th one, vector control. 11, regulation of slaughtering of animals and sale of meat, fish and other easily perishable foodstuffs, etc. Control of eating places, prevention of food adulteration, protection of roads and other public properties, street lighting and its maintenance, adopt immunization programs, effective implementation of national and state level strategies and programs for the prevention and control of diseases, establishment and maintenance of burial and burial grounds, issue of license to dangerous and offensive trades, registration of births and deaths, providing bathing and washing guards, provision of ferries, provision for parking spaces for vehicles, construction of waiting sheds for travelers, provision for toilet facilities and bathing guards at public places, regulate the conduct and of fair and festivals, issue of license to domestic dogs and destroy stray dogs. ഇത്തരത്തോളം 27 ചുമതലകളാണ് ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കാനുള്ളത്. ഇതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പരീക്ഷയ്ക്ക് ഓപ്ഷൻസ് ഇംഗ്ലീഷിലാണ് കാണുക. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ മനസ്സിലാക്കിയാൽ മാത്രമേ പരീക്ഷയ്ക്ക് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ
നിങ്ങളുടെ സമക്ഷം നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ സമർപ്പിക്കുന്നു. താങ്ക് യു.